അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ്, ചിക്കൻ സ്കിന്നോട് കൂടി എടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ പച്ച തേങ്ങയും പെരുംജീരകവും ചെറിയ ചുവന്ന ഉള്ളിയും കൂടിയിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറ് ആവണം. ഇതുപോലെ ഒരു ബ്രൗൺ കളർ ചെറിയ തീയിലിട്ട് വേണം കേട്ടോ നമുക്ക് ചെയ്യാൻ. ഒരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് ആവശ്യമുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. കുരുമുളക് ഇതൊന്നും സെപ്പറേറ്റ് ചേർക്കാത്തത് ഞാനൊരു ഗരം മസാല, അതായത് കറി മസാല രണ്ടും പറയാം, ആ ഒരു പൊടി ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി 2 സ്പൂണ്, കാശ്മീരി മുളക് പൊടി, അതുപോലെ എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഈ ഒരു പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ, നല്ലൊരു ഡാർക്ക് കളറാവുന്ന വരെ എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കറി ഉണ്ടാക്കുന്നത്. നല്ല സിമ്പിളുമാണ്, അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കളറായിക്കഴിഞ്ഞാൽ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആവശ്യമായ തക്കാളിയും സവാള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ചു. ഞാൻ കഴുകി ഉണക്കി വെച്ച ചട്ടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല നൈസായിട്ട് തിക്നെസ് കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ഉണ്ടോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ മെയിനായിട്ട് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഇതൊക്കെയാണ്: സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് സവാളയും തക്കാളിയാണ്. സെപ്പറേറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട, ഒരുമിച്ച് തന്നെ ആഡ് ചെയ്യാം. അതുപോലെ കുറേ നേരം നിന്ന് ഇതിൻ്റെ ഇതാക്കണ വരെ നമുക്ക് നിന്ന് ഇളക്കൊന്നും വേണ്ട. ജസ്റ്റ് തക്കാളി സവാള ആഡ് ചെയ്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക 2 സെക്കൻഡ്. ആ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അത് അവിടെ കിടന്ന് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് അത് കുക്കായിക്കോളും. ഇടയ്ക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഉണ്ടാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇതാക്കാം. അതുണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാം. പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഞാൻ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. ഉപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യും. ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്ന ഇതിൽ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ, സോറി, ക്ഷമിക്കണം. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ആഡ് ചെയ്യും. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ അത് ഞാൻ കട്ട് ചെയ്തപ്പോൾ കട്ടായി പോയിട്ടുണ്ട്. ഇനി ഈ ചിക്കനും കൂടി ആഡ് ചെയ്യണം. ഈ ചിക്കൻ കഴുകി ഡ്രൈ ആവാൻ വേണ്ടി വെച്ച ചിക്കനാണ്. അതിലൊരു പീസ് ഞാൻ മസാല വെച്ച് ചിക്കൻ പെട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ട, ചിക്കൻ്റെ സ്കിന്ന് ഞാൻ കളഞ്ഞിട്ടില്ല. സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ് സ്കിന്നോട് കൂടി ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ. ആ നെയ്യൊക്കെ ഉരുക്കി വന്നു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇതുപോലത്തെ സ്കിൻ കളയാണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ചിക്കൻ വറുത്തരച്ചിട്ട്. അപ്പോൾ ചട്ടി ചെറുതായിട്ട് വലിയ കുക്കറിലോട്ട് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഞാൻ വീണ്ടും ആ ചട്ടിയിലോട്ട് തന്നെ മാറ്റിയിട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയില്ലേ, ആ തേങ്ങയൊക്കെ ഒന്ന് മിക്സിഡ് ജാറിലിട്ട് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ചേർത്ത് ഈ ഒരു ലെവലായി. അപ്പോൾ അപ്പുറത്തെ ഗ്യാസുമ്പോൾ തന്നെ നമ്മളിവിടെ ചിക്കൻ വറക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടോ, ഇപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ചതേക്കും വെള്ളം വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജാറിൽ വെള്ളം ഒഴിച്ച് വെച്ചു. വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായില്ല, കാരണം കുക്കറിൽ ഇത് വിസിലടിച്ച് വെന്ത് വന്നപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. കണ്ടോ, നെയ്യൊക്കെ അതിൻ്റെ ഒരുപാട് നെയ്യൊക്കെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതുണ്ട്. അപ്പോൾ അതാണ് സ്കിന്നോട് കൂടി കുറച്ച് അടിപൊളി ടേസ്റ്റാണ്, നെയ്യും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ കുറുകി ഭയങ്കര ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ആദ്യം വെള്ളം ചേർക്കാതെ വേണം അടിക്കാൻ, പിന്നെ ഒരിത്തിരി വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ആക്കി ചേർക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ.